നട്ടപ്പാതിരേക്ക് കള്ളന്മാരെ പോലെ 70ഓളം അംഗങ്ങൾ വരുന്ന ഗുണ്ടാ സംഘങ്ങൾ ഒരു ക്രൈസ്തവ ആശ്രമ ദേവാലയത്തിൽ കടന്ന് 100 മീറ്ററോളം വരുന്ന ദൈവവചനങ്ങൾ എഴുതിയ 45 വർഷം പഴക്കമുള്ള ചുറ്റുമതിലുകൾ തകർത്ത് അതിൽ മണിക്കൂറുകൾ കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കി അവർ അതിൽ താമസമാക്കി അതിൽ ഒരു ബോർഡും വയ്ക്കുന്നു: അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഈ വിചിത്രമായ സംഭവം നടക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലോ ഒഡീഷയിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ഒന്നുമല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കളമശ്ശേരി. അതെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മാർത്തോമ ഭവനം എന്ന ആശ്രമത്തിനും അതിനോട് ചേർന്നുള്ള കോൺവെൻറ്റിനും എതിരെയാണ് നട്ടപ്പാതിരയ്ക്ക് ചില ഗുണ്ടകളുടെ ഈ അതിക്രമം. നാൽപ്പത്തഞ്ച് വർഷമായി മാർത്തോമ ഭവനം എന്ന ഈ ആശ്രമം കൈവശം വെച്ചിരിക്കുന്ന ഈ ഒരു പ്രദേശവും ഈ ഒരു മതിലും, 45 വർഷമായുള്ള ഈ ഒരു മതിലും ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തകർന്നു? വെറും പാതിരാത്രിക്ക് മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മുൻകൂട്ടി നിർമ്മിച്ച ഈ ഒരു കോൺക്രീറ്റ് വീടുകളും ഈ ബോർഡുകളും എല്ലാം ഈ ഒരു മതിൽക്കെട്ടിനകത്തും മാർത്തോമ ഭവനം കൈവശം വെച്ചിരിക്കുന്ന ഈ ഭൂമിയിലും എങ്ങനെ കടന്നുകൂടി? സത്യം നമുക്ക് നോക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള കളമശ്ശേരി കൈപ്പടമുകൾ എന്നുള്ള സ്ഥലത്തെ വിശുദ്ധ കുരിശിൻ്റെ സന്യാസ സഭയുടെ മാർത്തോമ ഭവനത്തിലാണ്. ഈ ഭവനത്തിൻ്റെ സുപ്പീരിയറാണ് ഞാൻ. നമുക്കറിയാവുന്നതുപോലെ സെപ്റ്റംബർ 4-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 1 മണി മുതൽ 4 മണി 4:30 വരെയുള്ള സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതവും സംഘടിതവുമായി വളരെയധികം പ്ലാനോടുകൂടി വന്ന് 45 വർഷമായിട്ട് നമ്മുടെ പൊസഷനിലായിരിക്കുന്ന കൈവശത്തിലിരിക്കുന്ന ഭൂമിയുടെ ചുറ്റുമതിൽ, ആ മതിലെന്ന് പറയുന്നത് ദൈവവചനത്താൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു മതിലാണ്. ആ മതിൽ വലിയ JCBയും അതുപോലെ തന്നെ ക്രെയിനും മറ്റുള്ള വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി അവിടെ ഉണ്ടായിരുന്ന 4 CCTV ക്യാമറകൾ നശിപ്പിച്ച്, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു നെയിം ബോർഡ്, ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോമ ഭവനം എന്ന് എഴുതിയിരിക്കുന്ന വലിയ നെയിം ബോർഡും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മുടെ കേബിളുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും അവിടെയുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് അവർ 4 വലിയ കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് കൊണ്ട് സ്ഥാപിക്കുകയാണ്. ഇത് ശരിക്കും മനുഷ്യത്വരഹിതമാണ്, നീചമാണ്, ക്രൂരമായിട്ടുള്ള വലിയ പ്ലാൻ ചെയ്ത ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. അതിക്രമിച്ച് കയറി ഇരുട്ടിൻ്റെ മറവിൽ ഒരു മതസ്ഥാപനത്തിൻ്റെ മതിൽ തകർക്കുക, അതിൻ്റെ വസ്തുവിലേക്ക് 45 വർഷമായിട്ട് കൈവശം നമ്മൾ അനുഭവിച്ചു പോരുന്ന വസ്തുവിൻ്റെ മതിൽ തകർക്കുക എന്ന് പറയുന്നത് വളരെ ആസൂത്രിതവും സംഘടിതവും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ ന്യായമായിട്ടും പല ആളുകളുടെയും കൈകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ആയിരത്തി 1981 ഹനീഫ എന്നുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ ഈ സ്ഥലം വാങ്ങുന്നത്. ഈ ഭൂമി എന്ന് പറയുന്നത് പല വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണ്. ഇതിൻ്റെ തണ്ടപ്പേരൊക്കെ എല്ലാം മാർത്തോമ ഭവനത്തിൻ്റേതാണ്. ഔദ്യോഗികമായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭൂമി 1981 എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമി നമുക്ക് പൊസഷനായിട്ട് തന്നു. അതിനുശേഷം നമ്മൾ ചുറ്റും അതിലും ഏകദേശം വരുന്ന ഒരു 15 ഏക്കറോളം സ്ഥലം ചുറ്റും നമ്മൾ 7 അടി പൊക്കത്തിൽ മതിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 82 നമ്മൾ ഫുൾ എമൗണ്ടും പുള്ളിക്ക് കൊടുത്തു. പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. ചെന്നൈയിലാണ് താമസം. വല്ലപ്പോഴാണ് നാട്ടിലേക്ക് വരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു തരാം. അങ്ങനെ പല കാരണങ്ങളാൽ ചെയ്തു തരാമെന്ന് നീട്ടിക്കൊണ്ടുപോയി. നമ്മൾ നല്ലൊരു മനുഷ്യനും ജെൻറ്റിൽമാനായതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ചു. 1989 നമുക്ക് അദ്ദേഹം നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം ഇവിടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. പുള്ളി നമ്മളെ
യഥാർത്ഥത്തിൽ ചീറ്റ് ചെയ്തു, നമ്മൾ ചതിയിൽ പെട്ടു എന്നുള്ളത്. പിന്നീട് അദ്ദേഹം റിക്കവറി പൊസഷന് വേണ്ടി കേസ് കൊടുത്തെങ്കിൽ അത് തള്ളിപ്പോയി. പിന്നീട് അത് നമുക്കെതിരെ കേസ് കൊടുത്തു, സിവിൽ ഡിസ്പ്യൂട്ട് അങ്ങനെ നടന്നു. പിന്നെ ലാൻഡ് റവന്യൂ ഓഫീസർ വന്ന് സ്ഥലമൊക്കെ അളന്നു, കമ്മീഷൻ വെച്ചിവിടെ സ്ഥലം തെളിവുകളൊക്കെ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് 2007 ഈ ഡിസ്പ്യൂട്ടിലെ 90 തുടങ്ങിയുള്ള ഡിസ്പ്യൂട്ടിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള വിധി വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചീറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോടതിയെ സമീപിച്ച് പെസഫിക് പെർഫോമൻസിന് വേണ്ടി സ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ 2007 സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നിന്ന് നമുക്കൊരു ഡിഗ്രി കിട്ടുകയാണ്. ഫൈനൽ ഓർഡർ 2 പാർട്ടികളും കേട്ടതിന് ശേഷം സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നമുക്ക് ഡിഗ്രി കിട്ടി. അതിൽ പറയുന്ന അനുസരിച്ച് മാർത്തോമ ഭവനാണ് ഈ ഭൂമിയുടെ പൊസഷൻ. അതുമാത്രമല്ല, പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഓർഡർ നമുക്കുണ്ട്. അതായത് ഹനീഫയോ ഓർ എനിബഡി എൽസ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനോ ഇവിടെയുള്ള പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻറ്റിന് തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ള പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഓർഡറുണ്ട്. ഈ കോടതിയുടെ സബ് കോർട്ട് ഓഫ് എറണാകുളത്തിൻ്റെ ഡിഗ്രിയുടെയും അതുപോലെ തന്നെ പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ്റെ ഒരു ടോട്ടൽ വയലേഷൻ ആണ് ഈ സെപ്റ്റംബർ 4 വ്യാഴാഴ്ച നടന്നിരുന്നത്. കോടതിയടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ ഇത്രയും പഴക്കമുള്ള 45 വർഷമായിട്ട് പഴക്കമുള്ള മതിൽ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ രാത്രിയിൽ വന്ന് ഇടിച്ചു നിരത്തുക, അന്യായമായിട്ട് കയ്യേറുക, അതിക്രമിച്ച് കയറുക, ഇവിടുത്തെ CCTV ക്യാമറ നശിപ്പിക്കുക, ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിനിമയിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് നാളെ ഇത് മറ്റുള്ള സ്ഥലത്തും സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇതിന് ശക്തമായ നിലപാട് നമുക്ക് വേണം, നീതിയുടെ മാർഗം വേണം. ജനപ്രതിനിധികൾ ഇതിന് ക്രിയാത്മകമായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ ഭരണ അധികാരികളും ഈ സംഭവത്തെ ഗൗരവത്തോടു കൂടി കാണണം. ജനപ്രതിനിധികൾ ആരെങ്കിലും ഇവിടേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? അവരുടെ പ്രതികരണം എന്താണ്? ഇവിടെ നമ്മുടെ മിനിസ്റ്റർ പി രാജീവ് സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ കോർഡിയലുമായിട്ടും ശക്തമായിട്ടാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത്. ഇവിടെ നിന്ന് ഇവരെ ഒഴിപ്പിച്ചു വിടും, അതിക്രമികളെ കണ്ടെത്തും, അവർ അറസ്റ്റ് ചെയ്യും. പക്ഷേ നടപടികൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് ഇത്രയും ദിവസമായിട്ട് എന്താ ഒന്നും സംഭവിക്കാത്ത, എന്തുകൊണ്ട് ഇവരെ ഇവാക്വേറ്റ് ചെയ്യുന്നില്ല, ഒഴിപ്പിക്കുന്നില്ല, ഈ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ്. അന്നേ ദിവസം രാത്രി 2 മണിയോടാണ് ഏകദേശം നടന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ പ്രദേശത്ത് നിന്ന് ആരെങ്കിലും നിങ്ങൾ അറിയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു? ന്യായമായിട്ടും പല കാര്യങ്ങൾ നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ സംശയിക്കാം. കാരണം ഇവിടെ അടുത്ത് വീടുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേ ആൾക്കാർ മറ്റു മതസ്ഥർക്ക് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ടും ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുമ്പോൾ അത് പല സംശയങ്ങളും ത്തിന് കാരണമാവുകയാണ്. ഏകദേശം 21 ദിവസമായി ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട്. ഇതുവരെയും അവർ അത്തരത്തിൽ അതൊന്നും എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. പോലീസിൻ്റെ കാവലുണ്ട്. പക്ഷേ എന്നിട്ടും ആളുകൾ ഇതിൽ കയറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. 21 ദിവസമായിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കില്ല? അപ്പം അതിൽ നമുക്കൊരു കാര്യം അനുമാനിക്കാൻ സാധിക്കും. പോലീസിൻ്റെ കൈകൾ കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും പ്രഷർ പോലീസിനെ അതിക്രമിച്ച് കയറിയവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ജനമനസ്സുകളിൽ ഉയരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ഇത്ര ദിവസം ആദ്യമൊന്നും ഇത് മാധ്യമങ്ങൾ അറിഞ്ഞില്ല, പുറത്തേക്ക് അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയിക്കാതിരുന്നത്? നമ്മളൊരു കത്തോലിക്ക സ്ഥാപനമായതുകൊണ്ടും ഒരു ആശ്രമവും അതുപോലെ തന്നെ വൈദിക പരിശീലന കേന്ദ്രവും സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ സമാധാനപരമായിട്ട് നമ്മളുടേതായിട്ടുള്ള രീതികളിൽ നമ്മുടെ എക്ലീസിയാസ്റ്റിക്കൽ ലെവലിൽ നമ്മുടെ മെത്രാന്മാരോടും ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂരിയോടും അതുപോലെ തന്നെയുള്ള ഭരണകർത്താക്കളോട് എല്ലാവരോടും നമ്മൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഭരണകർത്താക്കൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ ക്രിയാത്മകമായി വേണ്ട സമയത്ത് ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് വേണ്ടത്ര ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഈ ദിവസങ്ങൾ 21 ദിവസം നീണ്ടുപോയതിൻ്റെ കാരണം. ഇപ്പോൾ എന്തൊക്കെയാണ് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ?
ഈ വിഷയത്തിൽ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നീതിയും ന്യായവും അതുപോലെ തന്നെ ജസ്റ്റിസ് ഇവിടെ സംജാതമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ചെയ്തിരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ടോ? അല്ലെങ്കിൽ അത് CCTVകളൊക്കെ ഒരുപാട് നശിപ്പിച്ചതായിട്ട് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതിനൊക്കെ പിന്നിലൊരു ആസൂത്രിതമായ ഗൂഢാലോചന ഈ ഒരു പ്രദേശത്ത് നിന്നൊക്കെ ഉണ്ടോ? നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അന്നേ ദിവസം വ്യാഴാഴ്ച പുലർച്ചെ 1 മണി വരെ നമ്മുടെ CCTV ക്യാമറകൾ എല്ലാം ആക്റ്റീവായിരുന്നു. 1 മണിക്ക് ശേഷം ഇത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം CCTV ക്യാമറകളുടെ കേബിൾസ് മതിലിനോട് ചേർന്നവർ ആദ്യം അതാണ് നശിപ്പിക്കുന്നത്. ചില ക്യാമറകൾ നശിപ്പിക്കുന്നത് നമുക്ക് ചെറിയ വിഷ്വലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. 2007 നമുക്ക് എറണാകുളം സബ് കോർട്ടിൻ്റെ ഡിഗ്രി കിട്ടി, പ്രൊഹിബിറ്ററി ഇൻജങ്ഷൻ ഓർഡറും നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഹനീഫ 98 മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആധാരം മക്കൾ എടുത്തെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. 2010 ഇപ്പം അതിക്രമിച്ച് കയറിയ ഈ 3 വ്യക്തികൾ കൈവശം ഉള്ളതെന്ന് പറയുന്നത്. അവരുടെ കയ്യിലാണ് ഇപ്പോൾ അതിൻ്റെ ആധാരം. അവർ ഈ ഭൂമി വാങ്ങിയെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ആധികാരികത, അതിൻ്റെ സെയിൽ ഡീഡ് കാര്യങ്ങളെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇവിടെ ന്യായമായിട്ടും ഉയരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് 2010 ഇവരിങ്ങനെ ഭൂമി വാങ്ങണമെങ്കിൽ ഈ സ്ഥലം കാണണം. ഈ സ്ഥലം 45 വർഷമായിട്ട് ഈ മതിൽ കെട്ടിലിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമിയുടെ പൊസഷൻ അവർക്ക് കിട്ടണം. ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ഭൂമി കൈവശമില്ലാതെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തുക? അതൊരു ചോദ്യമാണ്. എങ്ങനെയാണ് വാങ്ങാൻ സാധിക്കുക? കൈവശമില്ലാത്തൊരു സ്ഥാനത്തിന് എങ്ങനെ പൈസ കൊടുക്കും എന്നുള്ള ന്യായമായിട്ട് ഉയരേണ്ട ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ 2010 അവർ വാങ്ങിച്ചിട്ട് 2022 വീണ്ടും ഒരു ആക്രമണം ഇവർ നടത്തിയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലായത്, നമ്മളറിയാതെ നമ്മുടെ ഭൂമി മറ്റുള്ളവർക്ക് വിറ്റുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളാണ് അവരുടെ ഭൂമി കയ്യേറിയത്. അതിന് എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ കേസുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ക്രിമിനൽ കേസ് കളമശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്തും അതിൻ്റെ കേസുള്ളതാണ്. ഈ 2025 സെപ്റ്റംബർ 4 വീണ്ടും അവർ അതിക്രമിച്ച് കയറുന്നത്. ഈ മതിൽ ഇത്രയ്ക്കും 45 വർഷമായിട്ടുള്ള പഴക്കമുള്ള മതിൽ. അപ്പോൾ അവർക്ക് ന്യായമായിട്ടും ഇങ്ങനെ അവരുടെ ആണെങ്കിൽ എന്തുകൊണ്ട് അവർ പകൽ വന്നില്ല? ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങളില്ലേ? ഈ രാജ്യത്ത് കോടതിയില്ലേ? ഈ രാജ്യത്ത് പോലീസില്ലേ? ജനപ്രതിനിധികളില്ലേ? അങ്ങനെയല്ല വരണ്ടേ? ഇരുട്ടിൻ്റെ മറവിൽ എന്തുകൊണ്ട് ഒരു മതസ്ഥാപനത്തിൻ്റെ 45 വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ബൈബിൾ വചനങ്ങൾ, പരിശുദ്ധമായിട്ട് ക്രിസ്ത്യാനികൾ കരുതുന്ന ബൈബിൾ വചനങ്ങൾ എഴുതിയ മതിൽ 100 മീറ്റർ 7 അടി ഉയരമുള്ള മതിൽ തകർക്കുക, CCTV ക്യാമറകൾ തകർക്കുക, നെയിം ബോർഡ്സ് തകർക്കുക, അവിടെ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിലേക്ക് പോകാനുള്ള വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വലിയ കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് സ്ഥാപിക്കുക. ഇത് വളരെ ആസൂത്രിതമാണ്, സംഘടിതമാണ്, നിഗൂഢമാണ്, വലിയൊരു ഓപ്പറേഷനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉണരേണ്ട സമയമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വഖഫ് അധിനിവേശത്താൽ മുനമ്പത്തെ വേളാങ്കണ്ണി ദേവാലയം ചുറ്റുമുള്ള പ്രദേശങ്ങളും കൈക്കലാക്കിയ ചതിയുടെ കഥ അറിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ തന്നെയാണ് ഇവിടെ കളമശ്ശേരിയിലുള്ള ഈ മറ്റൊരു ചതിയുടെ കഥ പുറത്തു വരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഗേറ്റാണ് ഇവിടെയുള്ള കന്യാസ്ത്രീ മഠത്തിലേക്കുള്ള വഴി. ഇവിടെ ഒരു കയ്യിൽ കുരിശും ബൈബിളുമായി നിൽക്കുന്ന മാലാഖയും ഒപ്പം ഇപ്പുറത്ത് വിശുദ്ധ ഔസേ പിതാവിൻ്റെ ഒരു രൂപവും ഈ മതിലിനോട് 2 സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗേറ്റ് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ല. മറ്റൊരു വാഹനത്തിനോ ഈ ഗേറ്റിലൂടെ അകത്തേക്ക് പോകാനോ പറ്റാത്ത രീതിയിൽ ഒരു കന്യാസ്ത്രീ മഠത്തെ മുഴുവൻ ബന്ദിയാക്കിക്കൊണ്ടാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കും. ഇതാണ് ആ രാത്രിയുടെ മറവിൽ മണിക്കൂറുകൾ കൊണ്ട് 100 മീറ്റർ തകർത്ത മതിലിൻ്റെ കുറച്ച് അവശിഷ്ടം ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. പകുതിയോളം ഉള്ള ഒരു ബൈബിൾ വാക്യം എഴുതിയ 45 വർഷം പഴക്കമുള്ള ഈ മതിൽ തകർത്തുകൊണ്ടാണ് ഈ കയ്യേറ്റം ആദ്യം തുടങ്ങുന്നത്.
സെപ്റ്റംബർ 4-ാം തീയതി വ്യാഴാഴ്ച ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പരാതി കൊടുത്തു. അവർ FIR ഇട്ടു. അന്ന് തന്നെ മഹസറയ്ക്കും തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനപ്രതിനിധികളെ അറിയിച്ചു. 2 പ്രാവശ്യം നമ്മൾ കളക്ടർ മാഡത്തിൻ്റെ അടുത്ത് പ്രിയങ്ക മാഡത്തിൻ്റെ അടുത്ത് പോയി. ആ മാഡം അതിൽ എഴുതിയായിരുന്നു ലോ ആൻഡ് ഓർഡർ ആൻഡ് അർജൻറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് DCPയുടെ അടുത്തേക്ക് നമ്മൾ പോയി. അപ്പോൾ DCPയുടെ അടുത്ത് നമ്മൾ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. പക്ഷേ എന്തുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നില്ല, ഇവർ കൊണ്ടുവന്ന സാധനങ്ങളെടുത്ത് മാറ്റുന്നില്ല, ഇവിടെ ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയരുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സിന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവിടെ വഴി അവർ ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അവർക്ക് പള്ളിയിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യമില്ല, പുറത്തേക്ക് ഈവൻ ഒരു ആംബുലൻസ് വരുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീചമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുക. നമ്മുടെ ബേസിക് നീഡ്സാണ് മെഡിസിൻ, അതുപോലെ വാട്ടർ, ഫുഡ് എന്നുള്ള ബേസിക് നീഡ്സ് കിട്ടാൻ ഇവിടെ കുടിവെള്ളം, പൈപ്പ് അടക്കം ഇവർ പൊട്ടിച്ചിട്ടിരിക്കുക. അതിൻ്റെ അത്രയ്ക്കും നീചമായിട്ടുള്ളൊരു കാര്യമാണ്. സിസ്റ്റേഴ്സിനാണെങ്കിൽ സേഫ്റ്റി ഇല്ല, സെക്യൂരിറ്റി ഇല്ല. കാരണം ഈ മതിൽ പൊളിച്ചതുകൊണ്ട് ആർക്കും ഇതിലേക്ക് എൻട്രി ചെയ്യാം. പള്ളിയിലേക്ക് വരാനായിട്ടുള്ള വഴികൾ ബ്ലോക്കാണ്, പുറത്തേക്ക് പോകാനുള്ള വഴികൾ ബ്ലോക്കാണ്. അപ്പം അത്രയ്ക്കും സ്ത്രീകളെ സംബന്ധിച്ച്, സിസ്റ്റേഴ്സിനൊക്കെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട്. നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റി എത്ര അധികം ഈ ഗവൺമെൻറ് പറയുന്നു, പക്ഷെ എത്രമാത്രം ഇവിടെ അതിക്രമണം നടന്നിട്ടും എന്തുകൊണ്ട് നടപടി വരുന്നില്ല എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. വഴിയും വെള്ളവും ഒരാൾക്ക് പോലും നിഷേധിക്കാൻ പാടില്ലാത്ത ഈ രാജ്യത്താണ് ഇവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ വഴി ഇതിവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും കന്യാസ്ത്രീകളെ 10ഓളം വരുന്ന പാവപ്പെട്ട കന്യാസ്ത്രീകളെ ബന്ദിയാക്കിക്കൊണ്ടുള്ള ഈ അതിക്രമം നടന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു CCTV, ഇവിടെയുള്ള എല്ലാ CCTVകളും കൃത്യമായി ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാം നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര ആസൂത്രിതമായിട്ടും ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് മുഴുവനായിട്ട് അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ അതിക്രമം നടത്തിയത്. ഈ കാണുന്നതാണ് ഈ ഒരു വഴി. ഈ വഴിയിലൂടെയാണ് കന്യാസ്ത്രീകൾ കുർബാനയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് പോയിരുന്നത്. ആ വഴിയിൽ കൊണ്ടാണ് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഈ ഒരു വീട് കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ 2, 3, 4ഓളം വീടുകളാണ് ഈ ഒരു പ്രദേശത്ത് കൊണ്ട് സ്ഥാപിച്ച് അവർ ഈ ഒരു പ്രദേശം മുഴുവൻ കൈക്കലാക്കിയിരിക്കുന്നത്. കളമശ്ശേരിയിൽ നടന്ന ഈ നഗ്നമായ നിയമലംഘനത്തിൽ മന്ത്രി P. രാജീവും ജില്ലാ കളക്ടറും ഉടനടി ശക്തമായ നടപടിയെന്നും ഈ ഒരു കോൺക്രീറ്റ് വീടുകൾ ഇപ്പോൾ തന്നെ മാറ്റണമെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടക്കം നിർദ്ദേശം നൽകിയിട്ടും ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നതാണ് 21 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച. 21 ദിവസം മുമ്പ് നടന്ന ഈ ഒരു പ്രശ്നം ഇതൊരു സാമൂഹിക അല്ലെങ്കിൽ ഒരു മതപരമായ പ്രശ്നമാക്കി മാറ്റാതിരിക്കാൻ ഇത് വൈദികർ നിയമപരമായി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ എല്ലാ നിയമ സംവിധാനങ്ങളും ഇവർക്ക് എതിരായി നിൽക്കുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇതിൽ ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കുന്നു. ഇതാണോ ഈ കേരളത്തിൽ മൈക്രോ ന്യൂനപക്ഷമായ ക്രൈസ്തവർ ഇനിയുള്ള കാലങ്ങളിൽ നേരിടാൻ പോകുന്ന ദുരനുഭവം?